7,000-ഓളം പേർക്ക് ഇഫ്താർ വിരുന്നൊരുക്കി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. എമിറേറ്റിലെ ഏറ്റവും വലിയ ഇഫ്താർ വിരുന്നുകളിലൊന്നാണ് അസോസിയേഷൻ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ കോൺസുലേറ്റ് ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ യതീൻ പട്ടേൽ മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ അസോസിയേഷന് കീഴിലെ ഷാർജ ഇന്ത്യൻ സ്കൂളിലായിരുന്നു വിശാലമായ ഇഫ്താർ വിരുന്ന്. ഷാർജ, ദുബായ്, അജ്മാൻ എന്നിവിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പേർ ഇഫ്താറിനെത്തി. ഐക്യരാഷ്ട്രസഭ റെഫ്യൂജി കമ്മീഷണർ സീനിയർ അസോസിയേറ്റ് മൈ സവാദ് ആശംസകൾ നേർന്നു. സൗഹൃദത്തിന്റെ ഇഫ്താറിൽ പങ്കെടുക്കാനായതിന്റെ സന്തോഷം അവർ മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചു. It's very nice to see everyone in the spirit of Ramadan, everyone having iftar, everyone waiting for iftar. And this, it brings people together, so it's very it feels good. UN അഡ്മിൻ അസിസ്റ്റന്റ് മുഹമ്മദ് റാഫി, ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ, അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്ത വിവിധ സംഘടനാ പ്രതിനിധികൾ, അസോസിയേഷൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും തുടങ്ങി നിരവധി പേർ ഇഫ്താറിൽ പങ്കെടുത്തു. ഇത് ഈ സ്റ്റേജിലൊന്നും കാണാത്ത കുറച്ച് ചെറുപ്പക്കാർ നമ്മൾ കൂടെയുണ്ട്. വെരി ഡെഡിക്കേറ്റഡ്. അവർക്കാണ് ഇതിൻ്റെ 100% മാർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദി വണ്ടർഫുൾ പ്രോഗ്രാം. റമദാൻ്റെ യഥാർത്ഥ സ്പിരിറ്റ്, ആ ടുഗദർനെസ്, നേരത്തെ പറഞ്ഞ പോലെ ടുഗദർനെസ് അതിവിടെ കാണാം. നിങ്ങൾക്ക് പരസ്പര സ്നേഹത്തിലും മനുഷ്യ സൗഹാർദ്ദത്തിലും അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ സന്ദേശങ്ങളെയും എങ്ങനെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ആശയത്തിന്റെ പുറത്താണ് ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഗ്രാൻഡ് ഇഫ്താർ ഒരുക്കിയത്. അസോസിയേഷൻ ഭാരവാഹികളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. 26 കൗണ്ടറുകളിലായി 250 പേർക്ക് ഒരേ സമയം ഭക്ഷണം വിതരണം ചെയ്യാവുന്ന വിധത്തിലായിരുന്നു ക്രമീകരണം. മാതൃഭൂമി ന്യൂസ്, ഷാർജ.